ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا رحمة للعالمين. خذ بيدي قلت حيلتي أدركني يا حبيب الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. يا رب واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. اللهم صل وسلم وبارك عليه. ബഹുമാന ആദരവുകൾ നിറഞ്ഞ സയ്യിദ് അവറുകൾ, പണ്ഡിതന്മാർ, മഹല്ല് ഭാരവാഹികൾ, സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റബീഉൽ അവ്വലിലെ അനുഗ്രഹീതമായ സദസ്സിലുള്ള നമ്മുടെ സംഗമം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇഹത്തിലും പരത്തിലും വലിയ പ്രതിഫലം ലഭിക്കുന്ന അമലാക്കി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. മൈക്കിഞ്ഞു കൂടോ ഉള്ളത് പരമാവധി തുറക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയാനും പഠിക്കാനും അതിലൂടെ ഇരുലോക വിജയം നേടാനുമാണ് നാം ഈ സദുദ്യമത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ ആരംഭം മുതൽ ഈ ദിവസം വരെയും നാം കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം പഠിക്കാൻ തുനിയുമ്പോൾ ആഴമേറിയിരിക്കുന്ന സാഗരത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത് പോലെയാണ്.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കൂടുതലായി വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കൂടുതലായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം വീണ്ടും വീണ്ടും നിലം കാണാത്ത ആഴത്തിലേക്ക് ഇറങ്ങുന്നത് പോലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നാം പഠിക്കുന്തോറും അതിൻ്റെ ആഴം വർദ്ധിച്ചു വരുന്ന രംഗമാണ് കഴിഞ്ഞകാല മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിലെ പ്രത്യേകതകളും മാഹാത്മ്യങ്ങളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ സൗന്ദര്യവും ശാരീരിക പ്രത്യേകതകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ ജീവിതത്തിലെ അനുഗ്രഹീതമായ പാഠങ്ങളും സാമുദായിക ജീവിതത്തിലെ നാം പകർത്തേണ്ട അതിമഹത്തായ ഉപമയില്ലാത്ത അവിടുത്തെ ജീവിത ദർശനങ്ങളും നാം പഠിക്കാൻ തുനിയുമ്പോൾ കരകാണ കടലിലേക്ക് ഇറങ്ങുന്നത് പോലെയാണ് മഹത്തുക്കൾ അതങ്ങനെ തന്നെ നമ്മെ പഠിപ്പിച്ചതു കാണാം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചതുപോലെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തമമായ മാതൃകയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വിശ്വാസി ലോകത്തെ പഠിപ്പിച്ചതു കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉത്തമമായ മാതൃകയുണ്ട്. ഏത് വിഷയം പരിശോധിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ തുല്യതയില്ലാത്ത മനോഹരമായ മാതൃകകൾ നമുക്കവിടുത്തെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുക്കാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, ഒരു ദിവസം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെരുപ്പ് തുന്നിക്കൊണ്ടിരിക്കുകയാണ്. ബീവി ആയിഷത്തു തുഹറ റളിയല്ലാഹു അൻഹ അവിടുന്ന് നൂല് നെയ്തുകൊണ്ടിരിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭാഗത്ത് ചെരുപ്പ് തുന്നിക്കൊണ്ടിരിക്കുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറ്റൊരു ഭാഗത്ത് നൂല് നെയ്തെടുക്കുകയും വസ്ത്രം തുന്നുകയും ചെയ്യുന്ന ജോലിയിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറ്റൊരു ഭാഗത്ത് ഏർപ്പെടുകയും ചെയ്തൊരു സാഹചര്യം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ലാളിത്യമാണ് അവിടെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ചെരുപ്പ് തുന്നുകയാണ്. നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോൾ പുതിയ കാല സാഹചര്യങ്ങളിലെ ജനങ്ങളുടെ മനോഭാവം പരിശോധിക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിലൂടെ ലോകത്തെ പഠിപ്പിച്ചിരിക്കുന്ന തുല്യതയില്ലാത്ത മാതൃകകൾ പരിശോധിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, രണ്ടും ലോകത്ത് വൈരുദ്ധ്യമായി നിലകൊള്ളുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിലൂടെ പഠിപ്പിക്കുന്നത് ലാളിത്യമാണ്. തന്റെ ചെരുപ്പിന് കേടുപറ്റിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുന്നുകയാണ്. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹായിയാവുകയാണ്. അവിടുന്ന് നൂല് നെയ്തെടുക്കുന്നു, വസ്ത്രം തുന്നുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സഹായിയാവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, വലിയ ധൂർത്തുകൾ വ്യാപകമായ കാലമാണല്ലോ. സാമ്പത്തികമായി വലിയ ധൂർത്ത് നടക്കുന്ന കാലഘട്ടമാണ്. ജീവിതത്തിലെ വിവിധ മേഖലകളിൽ പ്രതാപമുണ്ടാക്കാനായി വലിയ ധൂർത്ത് നടക്കുന്ന കാലഘട്ടമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവവും അവിടുത്തെ ജീവിതവും നമുക്ക് പുതിയ കാലഘട്ടത്തിൽ വലിയ മാതൃകയാണ്.
നമ്മളിന്ന് പരിശോധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ചെരുപ്പ് തുന്നുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കീറിയ വസ്ത്രം തുന്നുന്നു, നൂല് നെയ്തെടുക്കുന്നു. അങ്ങനെ വിവിധങ്ങളായ ജോലികൾ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ ചെയ്യുന്നതും കാണാം. എന്നാൽ പുതിയ കാല സാഹചര്യത്തിൽ നാം പ്രതാപം കാണിക്കാനായി വ്യാപകമായി ധൂർത്ത് കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകം. സാമ്പത്തികമായും വിവിധങ്ങളായ ഫംഗ്ഷനുകൾ പരിശോധിക്കുമ്പോൾ വിവിധ മുഖങ്ങളുള്ള ധൂർത്തുകളാണ് നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നത്. നോക്കൂ നിങ്ങൾ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ഉപദേശം നമുക്കെല്ലാവർക്കും അറിയാം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ളൈഫഹു. താൻ ക്ഷണിച്ചിരിക്കുന്ന അതിഥി തൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ, തൻ്റെ മണ്ഡപത്തിലേക്ക് കയറി വരുമ്പോൾ, താൻ ക്ഷണിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് കയറി വരുമ്പോൾ ആ അതിഥിയെ മാന്യമായി സൽക്കരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അതിഥികളെ മാന്യമായി സൽക്കരിക്കണം. എന്നാൽ ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന സൽക്കാരങ്ങൾ എങ്ങനെയാണ്? നമ്മുടെ വീടുകളിലേക്കും നമ്മുടെ മണ്ഡപങ്ങളിലേക്കും നാം ക്ഷണിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളിലേക്കും വരുന്ന അതിഥികളെ പുതിയ ലോകത്ത് സൽക്കരിക്കുന്ന മാതൃകകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പാശ്ചാത്യൻ സംസ്കാരങ്ങൾ വാരിപ്പുണർന്ന് ജീവിതത്തിൽ മഹത്തായ ഭാരതത്തിന്റെ മുഖഛായയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ പാശ്ചാത്യരെ വിരട്ടി ഓടിക്കാനായി നമ്മുടെ നേതാക്കൾ സഹിച്ചിരിക്കുന്ന ത്യാഗങ്ങൾ എത്രയാണ്? ആ ത്യാഗങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് പാശ്ചാത്യൻ സംസ്കാരം വാരിപ്പുണരുന്ന പുതിയ മോഡലുകളാണ് ഇന്ന് നമ്മുടെ വിവാഹ സദ്യകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീട്ടിലേക്ക് കയറി വരുന്ന അതിഥിയോട് വീട്ടുകാരൻ പറയുന്നത് പോലെ, നിങ്ങൾക്ക് ഭക്ഷണം വേണമോ? ഇന്നാലിന്ന ഭാഗത്ത് പാത്രം വെച്ചിട്ടുണ്ട്, ഇന്നാലിന്ന ഭാഗത്ത് ഭക്ഷണമുണ്ട്, നിങ്ങൾക്ക് പാത്രമെടുക്കാം, നിങ്ങൾക്ക് ആ ഭക്ഷണം എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിരുന്നു കഴിക്കാം. എന്ത് പേര് വെച്ചാലും ആ ഒരു സമ്പ്രദായം ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്ന കാലമാണ്. തൻ്റെ സമ്പത്തിന്റെ പ്രതാപവും തൻ്റെ അധികാരത്തിന്റെ പ്രതാപവും തൻ്റെ ഭൗതികമായ നേട്ടത്തിന്റെ പ്രതാപവും പ്രകടിപ്പിക്കാനായി ഇത്തരം വിവാഹ സദ്യമര്യാദകൾ ഇന്ന് ലോകത്ത് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. കയറി വരുന്നവനോട് അവനെ അങ്ങോട്ട് ആദരിച്ച് സൽക്കരിക്കുന്നതിനപ്പുറം ആവശ്യമുള്ള ഭക്ഷണങ്ങളും ആ ഭക്ഷണം വെക്കാൻ ആവശ്യമുള്ള പാത്രവും ഉള്ളിടത്ത് ചെന്നെടുത്ത് ഇഷ്ടമുള്ള ഭാഗത്ത് ചെന്നിരുന്ന് ഭക്ഷണം കഴിച്ച് എത്രയോ ഭക്ഷണങ്ങൾ അനാവശ്യമായി ധൂർത്താക്കി നശിപ്പിച്ചു കളയുന്ന ഒരു വലിയ ദുരന്തം നമ്മുടെ സദ്യകളിൽ നിന്ന് കടന്നുകൂടിയിട്ടുണ്ട്. ബഫേ എന്ന് പേര് പറഞ്ഞാലും ഏത് പുതിയ നാമങ്ങളെ കൊണ്ട് ഇതിനെ വിശേഷിപ്പിക്കപ്പെട്ടാലും ധൂർത്ത് കാണിക്കുന്ന, ഭക്ഷണങ്ങൾ നശിപ്പിച്ചു കളയുന്ന, അതിഥിയെ സൽക്കരിക്കണമെന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീതമായ അധ്യാപനങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചിരിക്കുന്ന ആതിഥ്യ മര്യാദകൾ അവഗണിച്ചുകൊണ്ട് പുതിയ രീതിയും പുതിയ ശൈലിയും പാശ്ചാത്യൻ മോഡലുകളുമായി നമ്മുടെ വൈവാഹിക സദ്യകളും സൽക്കാരങ്ങളും മാറുന്നുവെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം തങ്ങൾ ആ മുത്തുനബിയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലളിത ജീവിതമാണ് പഠിപ്പിക്കുന്നത്. ധൂർത്തെന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. സൃഷ്ടാവായ അല്ലാഹു ധൂർത്തിനെ ഇഷ്ടപ്പെടുന്നില്ല. പരിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മുടെ മുന്നിൽ പഠിപ്പിക്കുകയാണ്, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനസ് ശയാത്തീൻ. ധൂർത്ത് കാണിക്കുന്ന ആളുകൾ പിശാചിന്റെ സഹോദരന്മാരാണ്. ധൂർത്ത് കാണിക്കുന്ന ആളുകൾ പിശാചിന്റെ കൂട്ടാളികളാണ്. പിശാചിന്റെ കൂട്ടാളികളായി ധൂർത്ത് കാണിക്കുന്ന ആളുകൾ മാറുകയാണ്.
രാഷ്ട്രീയമായ നമ്മുടെ സ്ഥാനമാനങ്ങളെ കാരണം പ്രതാപം കാണിക്കാനായി ധൂർത്ത് കാണിച്ചതാണ്. സാമ്പത്തികമായ നമ്മുടെ പുരോഗതി ജനങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കാനായി ധൂർത്ത് കാണിച്ചതാണ്. ജനങ്ങൾ എന്റെ സ്ഥാനമാനങ്ങൾ അംഗീകരിക്കട്ടെ എന്ന നിലയ്ക്ക് ഭൗതികമായ പ്രതാപങ്ങൾക്ക് വേണ്ടി ധൂർത്ത് കാണിക്കുന്നതാണ്. പക്ഷേ പരിശുദ്ധമായ ഖുർആൻ ആ ശൈലിക്കാരോട് മുഴുവനും തുറന്നു പറയുന്നു, കാനൂ ഇഖ്വാനശ്ശയാത്വീൻ. ആ ധൂർത്ത് കാണിക്കുന്ന ആളുകൾ പിശാചിന്റെ കൂട്ടാളികളാണ് കേട്ടോ. അവർ പിശാചിന്റെ കൂട്ടാളികളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതം പരിശോധിക്കുമ്പോൾ ചെരുപ്പ് തുന്നുകയാണ്. അതേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വസ്ത്രം തുന്നുകയാണ്. അങ്ങനെ ലളിതമായ ജീവിതമാണ് ഇവിടുന്ന് പഠിപ്പിക്കുന്നത്. എന്നാൽ പുതിയ കാലഘട്ടത്തിൽ ധൂർത്തടിക്കുന്നവരാണ് വലിയ പ്രതാപമുള്ളത്. വിവാഹ സദ്യ എന്ന് പറയുമ്പോൾ ധൂർത്തില്ലാതിരിക്കുമ്പോൾ അതൊരു രണ്ടാം നമ്പറായി മാറുന്ന സാഹചര്യമാണ്. അങ്ങനെ വരുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പാഠം നോക്കൂ നിങ്ങൾ. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുഗ്രഹീത ശിഷ്യനാണ്, സുമുഖനായ സ്വഹാബിയാണ്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഒരു ദിവസം മഹാനവറുകളെ വലിയ സദ്യയിലേക്ക് ക്ഷണിക്കപ്പെടുകയാണ്. ആ നാട്ടിലെ പൗരപ്രമുഖരും രാഷ്ട്രീയ നേതാക്കളും സംബന്ധിക്കുന്ന വലിയ സദസ്സിലേക്ക് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ ക്ഷണിക്കപ്പെടുന്നു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആ സദസ്സിൽ പങ്കെടുക്കുന്നു. ആ പൗരപ്രധാനികൾക്കൊപ്പം ഇരുന്നു കൊണ്ട് വീട്ടുകാരൻ നൽകിയിരിക്കുന്ന സദ്യ കഴിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചിരിക്കുന്ന മര്യാദകൾ പാലിച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ബിസ്മി ചൊല്ലുന്നു, വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. തന്റെ പാത്രത്തിന്റെ അടുത്തു നിന്നാണ് മഹാനായ സൽമാനുൽ ഫാരിസി തങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മര്യാദകൾ മുഴുവനും ശ്രദ്ധിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. അതിനിടയ്ക്ക് അല്പം റൊട്ടിയുടെ കഷ്ണം നിലത്തങ്ങ് വീണുപോയപ്പോ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു തീമേശയിൽ ഒരുപാട് ഭക്ഷണങ്ങളുണ്ടല്ലോ, ആവശ്യത്തിനും അപ്പുറം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. നിലത്ത് വീണിരിക്കുന്ന റൊട്ടി കഷ്ണം അത് ആവശ്യമില്ല. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അത് അവഗണിച്ചില്ല. നിലത്തേക്ക് റൊട്ടിയുടെ കഷ്ണം വീണപ്പോ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആ ഭക്ഷണം എടുക്കുകയാണ്. ആ ഭക്ഷണത്തിന്മേലുള്ള പൊടികളെ തട്ടിക്കളയുകയാണ്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആ ഭക്ഷണം കഴിക്കുന്നു. നിലത്ത് വീണിരിക്കുന്ന റൊട്ടി കഷ്ണം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എടുത്തു കഴിക്കുന്നു. ഇത് കണ്ട വീട്ടുകാരന് സഹിച്ചില്ല. എത്രയോ രാഷ്ട്രീയ പ്രധാനികളും പൗരപ്രമുഖരുമുള്ള സദസ്സാണല്ലോ. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഭക്ഷണം കിട്ടാത്തതുപോലെ, ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടിയതുപോലെ, ഭക്ഷണം കിട്ടാതെ ആർത്തി കാണിക്കുന്നവരെ പോലെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നിലത്ത് വീണ് കിടക്കുന്ന റൊട്ടി കഷ്ണം എടുത്ത് പൊടി തട്ടി ഭക്ഷിച്ചപ്പോ വീട്ടുകാരൻ സൽമാനുൽ ഫാരിസി തങ്ങളോട് ചോദിക്കുകയാണ്, ഓ സൽമാൻ, ഈ തീമേശയിൽ ഇരിക്കുന്നത് ആരൊക്കെയാണ്? നിങ്ങൾ എന്താണ് ഭക്ഷണം ലഭിക്കാത്തവരെ പോലെ നിങ്ങൾ ആർത്തി കാട്ടിക്കൂട്ടുന്നത്? നിങ്ങൾ എന്താണ് ഭക്ഷണം ലഭിക്കാത്തവരെ പോലെ നിങ്ങൾ ആർത്തി കാണിക്കുന്നത്? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു തുറന്നടിക്കുന്നത് ചരിത്രത്തിൽ കാണാം. തന്റെ മുന്നിലിരിക്കുന്നത് വലിയ പൗരപ്രധാനികളാണ്, രാഷ്ട്രീയ പ്രമുഖരാണ്, ആ നാട്ടിൽ വലിയ ആദരിക്കപ്പെടുന്ന ആളുകളാണ്. പക്ഷേ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ പരിഗണിക്കാത്തവർ,
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ പിൻപറ്റാത്തവർ, സുന്നത്തിനെ അവഗണിച്ച് ജീവിക്കുന്ന ആളുകൾ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യയെ അവഗണിക്കുന്ന ആളുകൾ, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആ ഇരിക്കുന്ന സർവരുടെയും മുഖത്ത് നോക്കിക്കൊണ്ടങ്ങ് പ്രഖ്യാപിച്ചത് കാണാം. അഅത്റുകു സുന്നത ഹബീബി ലിഹഉലാഇൽ ഹംഖാ. എന്റെ ഹബീബിന്റെ ചര്യയെ ഞാൻ ഒഴിവാക്കുകയോ, എന്റെ ഹബീബിന്റെ ചര്യയെ ഞാൻ ഒഴിവാക്കുകയോ, എന്റെ ഹബീബിന്റെ സുന്നത്തിനെ ഞാൻ ഒഴിവാക്കുകയോ, ലിഹഉലാഇൽ ഹംഖാ, ഈ ഇരിക്കുന്ന വിഡ്ഢികൾക്ക് വേണ്ടി സുന്നത്തിനെ ഒഴിവാക്കുന്ന ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ചര്യകളെ കൈയൊഴിക്കുന്ന ആളുകളെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഹംഖകളായാണ് പ്രഖ്യാപിക്കുന്നത്. വിഡ്ഢികളായാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അവരെ പ്രഖ്യാപിക്കുന്നത്. ഹബീബിന്റെ സുന്നത്തിനെ മനഃപൂർവ്വം കൈയൊഴിക്കുന്ന ആളുകൾ, ആ സുന്നത്തിനെ ഭൗതികമായ പ്രൗഢിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ആളുകൾ, ഭൗതികമായ പ്രതാപത്തിന് വേണ്ടി സുന്നത്തിനെ മാറ്റിവെക്കുന്ന ആളുകൾ, അവരുടെ മുഖത്തു നോക്കി സൽമാനുൽ ഫാരിസി തങ്ങൾ പറയുന്നു, അത്റുകു സുന്നത ഹബീബി ലിഹഉലാഇൽ ഹംഖാ. ഈ ഇരിക്കുന്ന വിഡ്ഢികൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ഹബീബിന്റെ ചര്യ കൈയൊഴിക്കുകയോ സാധ്യമല്ല. വീട്ടുകാരൻ ദേഷ്യപ്പെടുന്നത് എനിക്ക് പ്രശ്നമുള്ളതല്ല, എൻ്റെ കൂടെ ഇരിക്കുന്ന ആളുകൾ എന്നെ വെറുപ്പോടെ വീക്ഷിക്കുന്നത് എനിക്ക് പ്രശ്നമുള്ളതല്ല. എൻ്റെ ഹബീബിന്റെ ചര്യയെ കൈയൊഴിക്കുന്നവരാരാണെങ്കിലും അവർ എനിക്ക് പ്രശ്നമുള്ളതല്ല, അവരെന്റെ മനസ്സിൽ പരിഗണനീയരല്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മുത്തുനബിയെ തിരിച്ചറിഞ്ഞ, മുത്തുനബിയിൽ നിന്ന് ജീവിതം പഠിച്ച, മുത്തുനബിയിൽ നിന്ന് ജീവിത സംസ്കാരം പഠിച്ച സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നിലത്ത് വീണിരിക്കുന്ന റൊട്ടി കഷ്ണമെടുത്ത് ഭക്ഷിക്കുന്നു. നിലത്ത് വീണ് കിടക്കുന്ന റൊട്ടി കഷ്ണമെടുത്ത് പൊടി തട്ടി സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കഴിക്കുന്നു. വീട്ടുകാരൻ അതിനെ അധിക്ഷേപിക്കുന്നു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു തുറന്നടിക്കുന്നു, ഈ ഇരിക്കുന്ന വിഡ്ഢികൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ഹബീബിന്റെ ചര്യ കൈയൊഴിക്കുകയോ ഒരിക്കലും സാധ്യമല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചിരിക്കുന്ന ലളിത ജീവിതം എങ്ങനെയാ? നിലത്ത് വീണിരിക്കുന്ന ഭക്ഷണങ്ങളെ അവഗണിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ മനസ്സിന് സാധ്യമല്ല. ഭക്ഷണങ്ങൾ അനാവശ്യമായി കൊട്ടിക്കളയുന്നതും കുഴിച്ചു മൂടുന്നതും അനാവശ്യമായി നശിപ്പിച്ചു കളയുന്നതും, ലോകത്തിന്റെ വിവിധങ്ങളായ ദിഗന്ധങ്ങൾ പരിശോധിക്കുമ്പോൾ പട്ടിണി പാപങ്ങളായി കഴിഞ്ഞുകൂടുന്ന ആയിരക്കണക്കിന് പാപങ്ങൾ ഹോട്ടലിന്റെ പുറകിൽ വലിച്ചെറിഞ്ഞിരിക്കുന്ന വേസ്റ്റ് പാത്രത്തിനൊപ്പമുള്ള ഇറച്ചി കഷ്ണങ്ങൾ, ആ ഇറച്ചി കഷ്ണങ്ങളിൽ അള്ളിപിടിച്ച് കിടക്കുന്ന മാംസങ്ങൾ എടുക്കാൻ ഒരുപാട് മനുഷ്യക്കൂട്ടങ്ങൾ മത്സരിക്കുന്ന കാലം, ആ വേസ്റ്റായി വലിച്ചെറിഞ്ഞിരിക്കുന്ന മാംസ കഷ്ണങ്ങളിൽ നിന്ന് ഇറച്ചി കഷ്ണങ്ങൾ കടിച്ചെടുക്കാൻ നാൽക്കാലി ജീവികൾ മത്സരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ വിശപ്പടക്കാനായി ആ ഇറച്ചി കഷ്ണത്തിനൊപ്പം മത്സരിക്കുന്ന യാചകന്മാരായ വീടുകളില്ലാത്ത ഒരുപാട് ആളുകൾ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ആ കാലഘട്ടത്തിലാണ് നാം ബൊഫേ എന്ന് പേര് പറഞ്ഞാലും, ഏത് വലിയ ഭൗതികമായ സമ്പ്രദായത്തിന്റെ സംസ്കാരത്തിന്റെ പേര് പറഞ്ഞാലും നാം അനാവശ്യമായി ഭക്ഷണങ്ങൾ വലിച്ചെറിയുകയാണ്, ഭക്ഷണങ്ങൾ അനാവശ്യമാക്കി കളയുകയാണ്. ആതിഥ്യ മര്യാദയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന രൂപഭാവങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ആതിഥ്യ മര്യാദകൾ നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ വിവാഹ സദ്യകളിൽ നിന്ന് കയറി വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത സത്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ അവിടുന്ന് ചെരുപ്പ് തുന്നുകയാണ്.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹോദരനുണ്ടി കീറിയിരിക്കുന്ന വസ്ത്രങ്ങൾ അതിങ്ങനെ തുന്നിപ്പിടിപ്പിക്കുകയാണ്. ധൂർത്തുകളില്ലാത്ത ജീവിതം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമുദ്രങ്ങൾ വന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അങ്ങ് പറഞ്ഞാൽ ഞങ്ങൾ സ്വർണമായി തരാം, അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾ മുഴുവനും ഈ പർവ്വത നിര മുഴുവനും സ്വർണമായി തരാം എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന പർവ്വത നിരകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പർവ്വത നിരകളെ മുഴുവനും അവഗണിക്കുകയായിരുന്നു, ആ ആവശ്യങ്ങളെ മുഴുവനും അവഗണിക്കുകയായിരുന്നു. എന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിലേക്ക് കരമുയർത്തി ദുആ ചെയ്തതോ, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, എന്നെ നീ മിസ്കീനായി ജീവിപ്പിക്കണം അല്ലാഹ്, എന്നെ നീ മിസ്കീന്മാരോടൊപ്പം ഒരുമിച്ച് കൂട്ടണം അല്ലാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്നു, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സമ്പന്നതയുടെ പറുദീസയിൽ സുഖലോലുപരായി വിരാജിക്കാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്നില്ല. അവിടുന്ന് ചോദിക്കുന്നത് അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. മിസ്കീന്മാരുടെ കൂട്ടത്തിൽ നീ എന്നെ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ലളിതമായ ജീവിതമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത്തരം പുതിയ വിവാഹ മര്യാദകൾ നമ്മുടെ ജീവിതത്തിലേക്ക് അടിച്ചു കയറുന്നുണ്ടെങ്കിൽ, ഇത്തരം മോഡലുകൾ നമ്മുടെ വിവാഹ സദ്യകളിലേക്ക് മണ്ഡപങ്ങളിലേക്ക് കയറി വരുന്നുണ്ടെങ്കിൽ, സംഭവിച്ചു പോയവരുണ്ടെങ്കിൽ ഞാൻ അവരെ ആക്ഷേപിക്കുന്നില്ല. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്, അത്തരം ധൂർത്തുകൾ നമുക്കുള്ളതല്ല. ഭക്ഷണം നഷ്ടപ്പെടുത്തി കളയുന്നത് നിസ്സാരമായി കാണാൻ കഴിയില്ല. ആതിഥ്യ മര്യാദകൾ ആഭാസകരമാകുന്നത് നമുക്കൊരിക്കലും നോക്കി നിൽക്കാൻ സാധ്യമല്ല. എൻ്റെ ഉമ്മമാരോട് പറയട്ടെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ പ്രിയപ്പെട്ട സഹധർമ്മിണിയാണല്ലോ ആയിഷത്തു തുഹ്റാ റളിയല്ലാഹു അൻഹാ. വസ്ത്രം കീറിപ്പോയ സമയത്ത് വസ്ത്രം തുന്നുകയാണ്. തുന്നിയ വസ്ത്രം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ധരിക്കുകയാണ്. ഉപവസ്ത്രം നെയ്തെടുക്കാനായി നൂലുകൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നെയ്തെടുക്കുകയാണ്. തന്റെ ജീവിതത്തിൽ തന്റെ ഭർത്താവിനോടുകൂടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വലിയ സഹായിയും പങ്കാളിയുമാവുകയാണ്. എൻ്റെ ഉമ്മമാരെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ മാതൃകയാക്കി ഞാനൊരു വിഷയം പറയട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ധാരാളം സ്നേഹിക്കേണ്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, നാവ് കൊണ്ട് ഞാൻ മുത്തുനബിയെ സ്നേഹിക്കുന്നവളാണ്, അല്ലെങ്കിൽ സ്നേഹിക്കുന്നവനാണ്, ഞാൻ മുത്തുനബിയുടെ ആളാണെന്ന് നാവ് കൊണ്ട് പറയുന്നതിനേക്കാളപ്പുറം നാവ് കൊണ്ട് നമ്മൾ ആ സ്നേഹം പറയണം. അത് നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് പ്രകടിപ്പിക്കണം, അതും നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. പക്ഷേ അക്ഷരങ്ങളെ കൊണ്ടും വാക്കുകളെ കൊണ്ടും അത് പ്രകടിപ്പിക്കുന്നതിനുമപ്പുറം നമ്മുടെ ഹൃദയാന്തരാളത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്ത് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മുടെ ഹൃദയാന്തരാളത്തിൽ നിഷ്കളങ്കമായ സ്നേഹം വേണം. സ്നേഹമെന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മമാരെ, സഹോദരന്മാരെ, നമ്മളെ പഠിക്കണം. സ്നേഹമുള്ള ഹൃദയത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഹൃദയമാണെങ്കിൽ ആ മുത്തുനബിയുടെ ഉപദേശങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രകടമാകും. ആ മുത്തുനബി ഇഷ്ടപ്പെടുന്ന ജീവിത ശൈലികൾ അവരുടെ ജീവിതത്തിൽ പ്രകടമാകും. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പൊരുത്തപ്പെടുന്ന ജീവിത ശൈലികൾ അവരുടെ ജീവിതത്തിൽ പ്രകടമാകും. നാവിൽ മാത്രമുള്ള സ്നേഹമാണോ, അക്ഷരങ്ങളിൽ മാത്രമുള്ള സ്നേഹമാണോ, അവരുടെ ജീവിതത്തിൽ ഹബീബിന്റെ ചര്യ കാണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് തന്റെ ഉമ്മത്തിനെ പഠിപ്പിച്ചത് കാണാം. വിശിഷ്യ ഉമ്മമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വലിയ ഉപദേശങ്ങൾ കാണാം. ആ ഉപദേശങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചത് ഇവിടെയും സൂചിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മമാരോടും പഠിപ്പിക്കുന്നു, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ധൂർത്തിശീലമാക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ധൂർത്തിശീലമാക്കരുത്. പ്രവാസി ലോകത്ത് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഈ സദുദ്യമത്തിന് സഹായിക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്ക് ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികൾ, പ്രവാസി ലോകത്ത് പ്രയാസപ്പെടുന്നവർ അവരുടെ കണ്ണുനീരും അവരുടെ വിയർപ്പും അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും വീട്ടിലിരിക്കുന്ന സഹോദരിമാർ അറിയുന്നില്ല. ഗൾഫിൽ നിന്ന് വരുന്ന പണം, ആ പണം എങ്ങനെയാണ് ഉപയോഗിച്ച് തീർക്കുക എന്ന നിലയ്ക്ക് ആ സംഖ്യകൾ ചെലവഴിച്ചു തീർക്കാൻ മത്സരിക്കുന്ന ഉമ്മമാരെ കാണാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറന്ന് പ്രവാസി ലോകത്ത് പ്രയാസപ്പെടുന്ന ഭർത്താവ് തനിക്ക് അയച്ചു തരുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെടാത്ത വേഷവിധാനങ്ങളുമായി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൃപ്തിപ്പെടാത്ത സംസ്കാരങ്ങളുമായി കുടുംബജീവിതം നയിക്കുന്നവരും ഷോപ്പിംഗ് നടത്തുന്നവരും വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരും അങ്ങാടിയിലൂടെ നടന്ന് സമയം ചെലവഴിക്കുന്നവരുമായ എത്രയോ ഉമ്മമാരെ നമുക്ക് ലോകത്ത് കാണാൻ കഴിയും. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആത്മാർത്ഥമായി നമ്മൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മുടെ ഹൃദയാന്തരാളത്തിൽ നിഷ്കളങ്കമായി പ്രേമിക്കുന്നവരാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം നമ്മുടെ ഓർമ്മയിൽ വേണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം നമ്മുടെ ജീവിതത്തിൽ വേണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എന്താണ്? വംറഅത്തുൻ തുകല്ലിഫു സൗജഹാ മാ ലാ യുതീഖ്. ഭർത്താവിന്റെ വരവറിയാത്ത ചെലവുണ്ടാക്കുന്ന പെണ്ണ്, ഭർത്താവിനെ പലിശക്കാരനാക്കുന്ന പെണ്ണ്, ഭർത്താവിനെ കടക്കാരനാക്കുന്ന പെണ്ണ്, ഫിന്നാർ, അവളെ നരകത്തിലാണ് കേട്ടോ. ഭർത്താവിന്റെ സാമ്പത്തികം തിരിച്ചറിയാത്ത പെണ്ണ്, ഭർത്താവിന്റെ സമ്പാദ്യം എന്താണെന്നും എങ്ങനെയാണെന്നും തിരിച്ചറിയാത്ത പെണ്ണ്, താൻ ഇഷ്ടപ്പെടുന്ന മേഖലയിലേക്ക് പണം അനാവശ്യമായി ചെലവഴിക്കുന്ന പെണ്ണ്, ആ പെണ്ണിനെ കുറിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനമാണ് പഠിപ്പിക്കുന്നത്. ഫിന്നാർ, അവൾ നരകത്തിലാണ് കേട്ടോ. അതുകൊണ്ട് ഉമ്മമാരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതാണ്. വേഷവിധാനങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ സാമ്പത്തികമായ ഇടപാടുകൾ ശ്രദ്ധിക്കണം. അനാവശ്യമായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ശ്രദ്ധിക്കണം. അങ്ങാടിയിലൂടെ അനാവശ്യമായി ചുറ്റിക്കറങ്ങുന്നത് ശ്രദ്ധിക്കണം. അതേ ശരിക്കും പുറത്ത് നടക്കാതെ അങ്ങാടിയിലൂടെ കറങ്ങി നടക്കുന്നത് ഗൗരവമായി നമ്മൾ കാണണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് പൊരുത്തമില്ല കേട്ടോ. സൂറത്തുൽ അഹ്സാബിലൂടെ സൃഷ്ടാവായ റബ്ബ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. ജാഹിലിയ കാലഘട്ടത്തിൽ ഇറങ്ങി നടന്നതുപോലെ, ജാഹിലിയ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഇറങ്ങി നടന്ന് വിലസ് നടന്നതുപോലെ നിങ്ങൾ ഒരിക്കലും ഇറങ്ങി നടക്കാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി താമസിക്കേണ്ടവരാണ്. ഇത് പറയുമ്പോ ഖേദപൂർവം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ,
ഉള്ള ഉമ്മമാരെ മനസ്സിലാക്കണം. ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തിരുത്തണം. എന്റെ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ തിരുത്തുകൾ വേണം. സുബ്ഹാനല്ലാഹ്, സുബ്ഹിയുടെ സമയമാകുമ്പോ ഇന്നൊരു പുതിയ സംസ്കാരം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. റോഡിലൂടെ സുബ്ഹിന്റെ സമയത്ത് സഞ്ചരിക്കുമ്പോ എത്ര സഹോദരിമാരാണ് റോഡിലൂടെ നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്, വാക്കിംഗ് സമ്പ്രദായത്തിന്റെ പേരിൽ എത്ര ഉമ്മമാരാണ് വീട് വിട്ടിറങ്ങുന്നത്, തെരുവുകളിലൂടെ വിവിധ വേഷങ്ങളിൽ നടക്കുന്നത്. അതേ വീടുകളിൽ ധരിക്കുന്ന വേഷം പോലും അങ്ങാടികളിലൂടെ ധരിച്ച് നടക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഈ സമ്പ്രദായം നിങ്ങൾക്ക് പകർന്നു തന്നതാരാണ്? അതേ ശരിക്ക് പ്രഭാതം വിടരുന്നതിന് മുമ്പ് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവരുണ്ട്, അതേ ഇരട്ടായി സഞ്ചരിക്കുന്നവരുണ്ട്, അന്യപുരുഷന്മാരോട് കിന്നരിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട്, അന്യപുരുഷന്മാരോട് ആ നടത്തത്തിലൂടെ പ്രണയബന്ധങ്ങൾ പൂത്തെടുക്കുന്നവരുണ്ട്. അങ്ങനെ സുബ്ഹാനല്ലാഹ്, നടത്തത്തിലൂടെ വരുന്ന ദുരന്തങ്ങൾ എത്രത്തോളമാണ്. എല്ലാം എൻ്റെ മുന്നിൽ വ്യക്തമായ അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ ശരീരത്തിന് ഭാരം കൂടിയല്ലേ, നടത്തം നിർബന്ധമാണെന്ന് നിങ്ങൾ ആരോ പറഞ്ഞു പഠിപ്പിച്ചുവല്ലേ. എന്നിട്ട് നമ്മളിങ്ങനെ കാലത്തെഴുന്നേറ്റ് അന്യപുരുഷന്മാരുടെ മുന്നിലൂടെ നമ്മളിങ്ങനെ നടക്കുന്നു. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജന തബറുജൽ ജാഹിലിയ്യത്തിൽ ഉലാ. ഒരിക്കലും നിങ്ങൾ വീട്ടിൽ നിന്ന് അനാവശ്യമായി ഇറങ്ങി പുറപ്പെടരുത്. വളരെ അത്യാവശ്യത്തിന് മാത്രമേ ഇറങ്ങി പുറപ്പെടാവൂ. അത്യാവശ്യങ്ങൾക്ക് മാത്രമേ നിങ്ങൾക്ക് അനുമതി തന്നിട്ടുള്ളൂ, അല്ലാതെ ഇറങ്ങി പുറപ്പെടാൻ പാടില്ല. നിങ്ങൾക്ക് തടി കൂടാനുള്ള കാരണം എന്താണ്? നിങ്ങളുടെ ശരീരങ്ങൾക്ക് വിവിധ രോഗങ്ങൾ വരാനുള്ള കാരണം എന്താണ്? ഞാനൊന്ന് ചോദിക്കട്ടെ, 5 വഖ്ത് നിസ്കാരം കൃത്യമായി സമയത്തിന് നിസ്കരിക്കുന്നവർ ആ കൂട്ടത്തിൽ എത്ര ഉമ്മമാരുണ്ടാകും? ആ ഫർദായ നിസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള സുന്നത്തായ നിസ്കാരങ്ങൾ പൂർണ്ണമായി നിർവഹിക്കുന്നവർ എത്ര പേരുണ്ടാകും? തിങ്കളും വേഴവും സുന്നത്ത് നോമ്പുകളില്ലേ, ആ സുന്നത്തായ നോമ്പെടുക്കുന്നവർ എത്ര പേരുണ്ടാകും? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചിരിക്കുന്ന നിർബന്ധവും സുന്നത്തുമായ ഇബാദത്തുകൾ അത് കൃത്യമായി നിർവഹിച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിന് പ്രതിസന്ധിയില്ല. ഉമ്മമാരെ വീട് വിട്ടിറങ്ങേണ്ടതില്ല. ഇബാദത്തിന്റെ വഴിയിലേക്ക് ആരുമില്ല. ഇബാദത്തിന്റെ വഴിയിലേക്ക് ആരുമില്ല. നന്മയുടെ വഴിയിലേക്ക് ചിന്തിക്കുന്നതിനപ്പുറം നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് പരമാവധി തെരുവിലേക്ക് ഇറങ്ങാൻ ഉമ്മമാർ ഇഷ്ടപ്പെടുന്ന ഒരു പുതിയ കാല സാഹചര്യം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഞാൻ ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ നിർബന്ധമായ നിസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ അതിനു മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, ളുഹറിന് മുമ്പും ശേഷവും 4 വീതം സുന്നത്ത് നിസ്കാരങ്ങൾ സുന്നത്തുണ്ട്. അങ്ങനെ വന്നാൽ ളുഹറിന് മാത്രം 12 റക്അത്ത് നിസ്കാരമാണ് നമ്മൾ നിസ്കരിക്കുന്നത്. അങ്ങനെ അസ്റിനും മഗ്രിബിനും ഇശാഇനുമെല്ലാം പ്രത്യേകമായി മുമ്പും ശേഷവുമെല്ലാം സുന്നത്താക്കിയിരിക്കുന്ന നിസ്കാരങ്ങൾ നാം കൃത്യമായി പഠിച്ചു നിർവഹിച്ചാൽ, തിങ്കളും വേഴവും സുന്നത്തായ നോമ്പുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ആ നിലക്ക് നാം നോമ്പനുഷ്ഠിച്ചാൽ നമ്മുടെ വീടുകളിൽ പഴയകാല സാഹചര്യങ്ങളിൽ നിന്ന് വിഭിന്നമായി സുഖലോലുപത വർദ്ധിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മുടെ വീടുകളിൽ പഴയകാലത്ത് ഉമ്മമാർ അധ്വാനിച്ചതുപോലെ നമ്മുടെ വീടുകളിൽ പണിയെടുക്കാനും അധ്വാനിക്കാനും നമ്മൾ ശ്രമിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പുകൾക്ക് പരിഹാരമുണ്ടെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. പക്ഷേ ഇന്ന് പ്രഭാത മോർണിംഗ് വാക്കിംഗ് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ജീവിതത്തിലെ പുതിയ മോഡലായി മാറിയിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നാം ഒരിക്കലും അങ്ങനെ ജീവിക്കേണ്ടവരല്ല. നാം ഒരിക്കലും അത്തരം ശൈലികൾ സ്വീകരിക്കേണ്ടവരല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
തന്റെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായ തന്റെ ഭാര്യമാരെ വളർത്തിയതെങ്ങനെയാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട പുത്രിയായ ഫാത്തിമത്ത് സഹറ റളിയല്ലാഹു അൻഹ ഉൾപ്പെടെയുള്ള തന്റെ പുത്രിമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർത്തിയതെങ്ങനെയാണ്? സംഭവങ്ങൾ ധാരാളം നമ്മുടെ മുന്നിലുണ്ടല്ലോ. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തിന്റെ സമയം, വഫാത്തിനോടടുത്ത് കിടക്കുന്ന സമയം, ഭർത്താവായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് അവിടുന്ന് വസിയ്യത്ത് ചെയ്തത് നമുക്കറിയാമല്ലോ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിങ്ങൾ ഒരിക്കലും എന്നെ പകൽ സമയത്ത് നിങ്ങൾ എന്നെ ഖബറിലേക്ക് വെക്കാൻ പാടില്ല. പകൽ സമയത്ത് നിങ്ങൾ എന്നെ മറവ് ചെയ്യാൻ പാടില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്തേ പകൽ സമയത്ത് മറവ് ചെയ്യേണ്ടെന്ന് പറയാൻ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗീയ സ്ത്രീകളുടെ നേതാവാണല്ലോ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിന്റെ കഷ്ണമാണല്ലോ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ ഉമ്മയാണല്ലോ. ആ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അതേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇക്കാലം വരെയും എൻ്റെ ശരീരത്തിന്റെ രൂപഭാവങ്ങളിൽ ഒരു അന്യപുരുഷനെ കാണിച്ചിട്ടില്ല, എൻ്റെ നിറമേതാണെന്ന് കാണിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ പരമാവധി അച്ചടക്കത്തോടെയാണ് ജീവിച്ചിട്ടുള്ളത്. നിങ്ങൾ എന്നെ കഫൻ ചെയ്ത് നിങ്ങൾ എന്നെ പകൽ സമയത്ത് ഖബറിലേക്ക് ഇറക്കുമ്പോ ഖബറിന്റെ ചുറ്റുമുണ്ടാകുന്നത് അന്യപുരുഷന്മാരാണ്. കഫൻ തുണി കൊണ്ട് നിങ്ങൾ പൊതിയുന്ന സമയത്ത് ശരീരത്തിലേക്ക് ചേർത്തി വെച്ചുകൊണ്ടാണ് നിങ്ങൾ പൊതിയുക. അപ്പോൾ എൻ്റെ ശരീരത്തിന്റെ ആകാരങ്ങൾ പുറത്തറിയും, എൻ്റെ ശരീരത്തിന്റെ വടിവുകൾ പുറത്തറിയും, എൻ്റെ ശരീരത്തിന്റെ നീളവും എൻ്റെ ശരീരത്തിന്റെ വിവിധങ്ങളായ വിശേഷണങ്ങൾ പുറത്ത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരു സാഹചര്യം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കഫൻ തുണിയിൽ പൊതിഞ്ഞുകൊണ്ടുള്ള ജനാസയായിട്ടാണെങ്കിലും എൻ്റെ ശാരീരിക സ്വഭാവം അന്യപുരുഷൻ മനസ്സിലാക്കുന്നത് ഞാൻ പൊരുത്തപ്പെടുന്നില്ല. സ്വർഗീയ സ്ത്രീകളുടെ നേതാവായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉപദേശം എങ്ങനെയാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ ജീവിതം നിർബന്ധമായും ക്രമീകരിക്കേണ്ടതുണ്ട്, നമ്മുടെ വേഷങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടത്തോട് മഹബ്ബത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇത് പറയുമ്പോ 8ാം നൂറ്റാണ്ടിൽ പറഞ്ഞു പോവേണ്ട ആദർശങ്ങളാണെന്ന് ഒരിക്കലും ചിന്തിച്ചുകൂടാ. പുതിയ ലോകത്തുള്ള ജീവിതത്തിലെ ആസ്വാദനങ്ങളും സുഖങ്ങളും അതൊന്നും ചിന്തിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു മനുഷ്യന്റെ വാക്കായി നിങ്ങൾ ഇത് ഗണിക്കേണ്ടതില്ല. ലതറവുന്നൽ ജഹീം, സൂറത്തു തകാസുറിലൂടെ അല്ലാഹു പഠിപ്പിച്ചത് കാണാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നു, നരകമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, അവിശ്വാസികൾക്ക് നരകമുണ്ടെന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നരകം എന്നത് നേരിട്ട് അനുഭവിക്കേണ്ട വസ്തു തന്നെയാണ്. നരകം എന്നത് നേരിട്ട് അനുഭവിച്ചേ പറ്റൂ. അത് വളരെ ഗൗരവതരമായ മേഖലയാണെന്ന് എനിക്ക് ശരിക്കാരക്കിട്ടുറപ്പിച്ച് ബോധ്യമായത് ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ. ഈ ആയത്തിറക്കി ഇറങ്ങിയപ്പോഴാണ് നരകം അനുഭവിച്ചേ പറ്റൂ, നരകം അനുഭവിച്ചേ തീരൂ. ഹബീബിന്റെ ഉപദേശങ്ങൾ അവഗണിച്ചുകൊണ്ടുള്ള ജീവിതത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഞാൻ ചുരുക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെരിപ്പ് തുന്നുന്നു. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ ഇങ്ങനെ നൂല് നെയ്തെടുക്കുകയാണ്, കീറിയിരിക്കുന്ന വസ്ത്രങ്ങൾ തുന്നുകയാണ്. ആ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ മുത്തുനബിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോ മുത്തുനബിയുടെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ ഇങ്ങനെ പൊടിയുന്നത് കണ്ടു.
മുത്തുനബിയുടെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ ഇങ്ങനെ പൊടിയുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കാണുകയാണ്. വിയർപ്പ് കണങ്ങൾ സാധാരണ വിയർപ്പ് കണങ്ങളാണോ? ഹബീബിന്റെ മുഖത്ത് പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന വിയർപ്പ് കണങ്ങൾ പ്രകാശഗോളങ്ങളെ പോലെ കത്തിജ്വലിക്കുകയാണ്. ഹബീബിന്റെ മുഖത്ത് നിന്നതേ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന വിയർപ്പ് കണങ്ങൾ പ്രകാശഗോളങ്ങളെ പോലെ കത്തിജ്വലിക്കുകയാണ്. ഇത് കണ്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചു. താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അവിടെ നിർത്തി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. അവിടുത്തെ നെറ്റിത്തടത്തിൽ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന വിയർപ്പ് കണങ്ങൾ പ്രകാശഗോളം പോലെ കത്തിച്ചൊലിക്കുന്നത് കണ്ടപ്പോ അത്ഭുതത്തോടുകൂടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ നെറ്റിത്തടത്തിൽ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന വിയർപ്പ് കണങ്ങൾ ശ്രദ്ധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വേള ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ശ്രദ്ധിച്ചപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അന്താളിച്ചു നിൽക്കുന്ന രംഗമാണ് കണ്ടത്. അത്ഭുതപ്പെട്ടു നിൽക്കുന്ന രംഗമാണ് കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, എന്താണ് ആയിഷ നീ ഇങ്ങനെ അന്താളിച്ചു നിൽക്കുന്നത്? എന്താണ് ആയിഷ നീ അത്ഭുതപ്പെട്ടു നിൽക്കുന്നത്? എന്താണ് ആയിഷ നീ എന്തോ ചിന്തിച്ചുകൊണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ മറ്റെന്തെങ്കിലും ചിന്തിച്ചുകൊണ്ട് അന്താളിച്ചു നിൽക്കുന്നതല്ല. ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചപ്പോ അങ്ങയുടെ നെറ്റിത്തടത്തിൽ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന വിയർപ്പ് കണങ്ങളിലേക്ക് ശ്രദ്ധിച്ചപ്പോ ആ വിയർപ്പ് കണങ്ങൾ പ്രകാശഗോളങ്ങളായി പ്രകാശിക്കുകയാണ്, പ്രകാശഗോളങ്ങളായി കത്തിച്ചൊലിക്കുകയാണ്. ആ അത്ഭുതം ഞാനിങ്ങനെ നോക്കി കാണുന്നു നബിയേ. അങ്ങയുടെ മുഖത്തിങ്ങനെ സൗന്ദര്യം വിരിച്ചുകൊണ്ട് പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന വിയർപ്പ് കണങ്ങളെ അബൂ കബീറുൽ ഹുദൈലി എന്ന് പറയുന്ന കവി എങ്ങാനും കണ്ടാൽ ഈ മനോഹാരിതയുള്ള ഈ രംഗങ്ങളെ അബൂ കബീറുൽ ഹുദൈലി എന്ന് പറയുന്ന കവി അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, അങ്ങേ അബൂ കബീറുൽ ഹുദൈലി വർണ്ണിക്കുമായിരുന്നു നബിയേ. അബൂ കബീറുൽ ഹുദൈലിക്ക് വർണ്ണിക്കാൻ മാത്രം സൗന്ദര്യമുള്ള രംഗമാണ് അങ്ങയുടെ മുഖത്ത് നബിയേ. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിന്റെ മുഖത്ത് നോക്കി പാടുകയാണ്, ഹബീബിന്റെ മുഖത്ത് നോക്കി പാടുകയാണ്. വമുബറഉൻ മിൻ കുല്ലി ഗബിരിൻ ഹീളത്തിൻ വഫസാദി മുർദിഅത്തിൻ വദാഇൻ മുഗ്യലി ഇദാ നദർത ഇലാ അസിറതി വജ്ഹിഹി ബരിഖത് ബുറൂഖൽ ആരിദിൽ മുതഹല്ലിലി. എന്റെ ഉമ്മമാരെ നമ്മൾ ശരിക്കും പഠിക്കണം, ചെറുപ്പക്കാരെ നമ്മൾ മനസ്സിലാക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ് ഹബീബായ നബി തങ്ങളുടെ മുഖത്ത് നോക്കി നേരിട്ട് മൗലിദ് പാടുകയാണ്. നേരിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മദ്ഹ് പാടുന്നു. അന്ത ശംസുൻ അന്ത ബദറുൻ അന്ത നൂറുൻ ഫൗഖ നൂരി അന്ത ഇക്സീറുൻ വഗാലി അന്ത മിസ്ബാഹു സുദൂർ. സർവഫല്ലനാമിലൂടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖതലങ്ങളെ വർണ്ണിച്ചുകൊണ്ട് ഇത് സൂര്യഗോളമാണോ ഇത് ചന്ദ്രഗോളമാണോ വർണ്ണിക്കാൻ കഴിയാത്തതുകൊണ്ട് നിർണയിക്കാൻ കഴിയാത്തതുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖകമലത്തിന്റെ സൗന്ദര്യങ്ങളെ സൂര്യഗോളമാണോ ചന്ദ്രഗോളമാണോ ആശങ്കയോടുകൂടെ ആ മേഖലകളെ വർണ്ണിച്ച മഹാകവികളെ കാണാം, സാത്വികനായ നേതാക്കളെ കാണാം. അതേ ഷറഫുൽ അനാമിലൂടെ നമ്മളത് വായിച്ചിട്ടുണ്ട്, ഷറഫുൽ അനാമിലൂടെ നമ്മളത് പാടിയിട്ടുണ്ട്. എന്നാൽ മങ്കൂസ് മൗലിദിൽ വന്നാലോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
അവിടെയും ധാരാളം വർണ്ണിക്കുകയാണ്. വലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ വജനാതി യതവഖദു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തിൽ നിന്ന് കത്തിച്ചൊലിക്കുന്ന പ്രകാശം ഉദിച്ചു വരുന്നത് മങ്കൂസ് മൗലിദിന്റെ വരികളിലും പഠിപ്പിക്കുകയാണ്. അങ്ങനെ സുബ്ഹാന മൗലിദാണെങ്കിലും ഏത് മൗലിദ് എടുത്ത് പരിശോധിച്ചാലും എല്ലാം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തിന്റെ സൗന്ദര്യം വർണ്ണിക്കുന്ന വരികൾ അതിൽ കാണാം. ഹബീബിന്റെ സൗന്ദര്യം പഠിപ്പിക്കുന്നത് കാണാം. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ മദീനത്തെ പള്ളിയിൽ പ്രത്യേകമായ മിമ്പർ നിർമ്മിച്ചു കൊടുത്ത്, മദീനത്തെ പള്ളിയിൽ പ്രത്യേകമായ പീഠം നിർമ്മിച്ചു കൊടുത്ത് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമ്മതം കൊടുത്തങ്ങ് പാടാൻ പറഞ്ഞപ്പോ നമ്മുടെ ശറഫല്ലനാമ മൗലിദിനേക്കാളും മങ്കൂസ് മൗലിദിനേക്കാളും ഖസീദത്തുൽ ബുർദയേക്കാളും അതേ ആശയ വൈപുല്യമുള്ള സൗന്ദര്യമായ മുത്തുമണികളെ പോലെ കോർത്തിണക്കി വെച്ച വരികളെ കൊണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ പുകഴ്ത്തിയില്ലേ. മദീനത്തെ പള്ളിയിൽ വെച്ച് ഹബീബിന്റെ മുഖത്ത് നോക്കി തന്നെ ഹബീബ് നിർമ്മിച്ചു കൊടുത്ത മിമ്പറിൽ വെച്ചുകൊണ്ട് തന്നെ ഹബീബിന്റെ മൗലിദ് പാടിയില്ലേ, ഹബീബിന്റെ മദ്ഹ് പാടിയില്ലേ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മൗലിദുകളെ കുറിച്ച് പറയുമ്പോൾ ചിന്തിക്കാറുണ്ട്, ഇതൊക്കെ പുതിയ കാലഘട്ടത്തിൽ ഇറങ്ങിയിരിക്കുന്ന പുതിയ സമ്പ്രദായങ്ങളാണോ? അല്ലേ അല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ മദീനത്തെ പള്ളിയിൽ ഇതിന് സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് പാടാനായ ഹസ്സാൻ എന്ന സ്വഹാബിയെ നിയമിച്ചിട്ടുണ്ട്. ഹസ്സാൻ എന്നവർ ഹബീബിന്റെ മുഖത്ത് നോക്കിയിട്ട് അവിടുന്ന് ധാരാളം പാടിയിട്ടുമുണ്ട്. വഅജ്മല മിൻക ലൻ തറഖത്തു ഐനു വഅഹ്സന മിൻക ലൻ തലിദിൻ നിസാഉ. അങ്ങയെപ്പോലെ സൗന്ദര്യമുള്ള ഒരു വ്യക്തിത്വത്തെ ലോകത്തൊരു കണ്ണും കണ്ടിട്ടില്ല നബിയേ. ഹബീബിന്റെ സൗന്ദര്യത്തെ അവിടുത്തെ മുഖത്ത് നോക്കിയിട്ട് അവിടുന്ന് സൗകര്യം ചെയ്തു കൊടുത്ത മിമ്പറിൽ ഇരുന്നിട്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിപ്പുകഴ്ത്തിയിട്ടുണ്ട്. അങ്ങനെ എത്ര മഹാന്മാരാണ്, എത്ര സ്വഹാബികളാണ് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പാടിയതുണ്ട്. അങ്ങനെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിരവധി സ്വഹാബത്തിന്റെ വരികളുണ്ട്. ഞാനതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. സാന്ദർഭികമായി ഞാനെന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. റബീഉൽ അവ്വൽ മാസമാണല്ലോ. ഹബീബിന്റെ മൗലിദോദാത്തൊരു വീടും നമ്മുടെ നാട്ടിലുണ്ടാവരുത്. ഹബീബിന്റെ മൗലിദോദാത്തൊരു വീടുമുണ്ടാവരുത്. എന്റെ മൗലിദ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഹബീബ് ജനിച്ചിരിക്കുന്ന സമയത്തെയും ജനിച്ച സമസാഹചര്യങ്ങളെയും ഹബീബിന്റെ ജീവിതത്തിലെ വിവിധങ്ങളായ രംഗങ്ങളെ അതേ പദ്യത്തിലും ഗദ്യത്തിലും വർണ്ണിക്കുന്നതിനെയാണ് നാം മൗലിദ് എന്ന് നാം ഒറ്റടിക്ക് പറയുന്നത്. ആ മൗലിദ് ഹബീബിന്റെ പ്രകീർത്തനങ്ങളാണ്. ആ മൗലിദ് സ്വഹാബത്ത് പാടിയിട്ടുണ്ട്. സ്വഹാബത്തിൽ ഒരുപാട് ആളുകൾ പാടിയിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ ഹബീബിന്റെ മുഖത്ത് നോക്കി മൗലിദ് പാടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് മഹാന്മാര് എഴുതി വെച്ചത്, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. ഹബീബിന്റെ മൗലിദ് വീട്ടിൽ നിങ്ങൾ ഓദിക്കോ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് മുസീബത്ത് നീങ്ങാനത് കാരണമാണ്. കടങ്ങൾ മാറണോ? നമ്മുടെ വീട്ടിൽ മൗലിദ് പരിഹാരമാണ്. ഇന്നെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ,
ചെറിയ രോഗങ്ങൾ വരുമ്പോൾ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളെ അഭയം പ്രാപിക്കുന്ന കാലങ്ങളാണ്. 10,000-ങ്ങളും ലക്ഷങ്ങളും ചെലവഴിച്ചുകൊണ്ട് ചികിത്സ തേടുന്ന കാലങ്ങളാണ്. മാറാവ്യാധികൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കാലങ്ങളാണ്. ഒരു വീട്ടിലൊരു ക്യാൻസർ രോഗി എന്ന രൂപത്തിൽ ക്യാൻസർ പടർന്നു വന്നിരിക്കുന്ന മേഖലകളാണ്. അതേ ബ്ലോക്കുകൾ വർദ്ധിക്കുന്നു, അറ്റാക്കുകൾ വർദ്ധിക്കുന്നു, തളർവാദങ്ങൾ വർദ്ധിക്കുന്നു, കുഴഞ്ഞു വീണ മരണങ്ങൾ വർദ്ധിക്കുന്നു, ട്യൂമറുകൾ വർദ്ധിക്കുന്നു. നമുക്ക് പേരറിയുന്നതും അറിയാത്തതുമായ, മരുന്ന് കണ്ടുപിടിച്ചതും കണ്ടുപിടിക്കാത്തതുമായ വിവിധങ്ങളായ രോഗങ്ങൾ വർദ്ധിക്കുന്നു. എന്താണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പരിഹാരം? എന്താണ്? വിശ്വാസികളായ നമുക്കൊരു പരിഹാര മാർഗം നമ്മുടെ മുന്നിലുണ്ട്. അത് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച പരിഹാരമാണ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അതേ നമ്മേക്കാൾ ഖുർആൻ പഠിച്ചവരാണ്, നമ്മേക്കാൾ ഹദീസ് പഠിച്ചവരാണ്. കേരളത്തിൽ വൈജ്ഞാനിക വിപ്ലവം സൃഷ്ടിച്ച നേതാവാണ്. പൊന്നാനിയിൽ മറവിട്ട് കിടക്കുന്ന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അങ്ങനെ അവിടുത്തെ പരമ്പരയിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മറവിട്ട് കിടക്കുന്ന ഒരുപാട് മഖ്ദൂമുമാരുണ്ട്. അവരൊക്കെ കേരളത്തിന്റെ വൈജ്ഞാനിക മണ്ഡലങ്ങളിൽ അവർ കൊളുത്തി വെച്ചിരിക്കുന്ന ദീപശിഖയുടെ ബാക്കി പത്രങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ. അവര് മനസ്സിലാക്കിയതുപോലെയുള്ള അറിവിന്റെ ആഴങ്ങൾ നമ്മുടെ പക്കലില്ല. അതുകൊണ്ട് തന്നെ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവരുടെ ജീവിതത്തിൽ നമുക്ക് പഠിപ്പിച്ച പരിഹാരം എന്താണ്? വലിയ പ്ലേഗ് രോഗമുണ്ടായപ്പോ, മരണം പ്രതീക്ഷിക്കാവുന്ന രൂപത്തിൽ വരുന്ന വസൂരി രോഗം വ്യാപകമായപ്പോ പ്രായമുള്ള ഉമ്മമാർക്കതിന്റെ കഥകളറിയാം. അതേ വസൂരി ഉണ്ടായാൽ മരണം പ്രതീക്ഷിക്കാവുന്നതാണ്. മരണം ഉറപ്പിക്കുന്ന രൂപത്തിലുള്ള കടുത്ത വസൂരിയും ഉണ്ടായിരുന്ന കാലമുണ്ട്. പ്ലേഗ് എന്ന് പറയുന്ന രോഗം വ്യാപകമായ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. പരിഹാരം എന്താണ്? അന്ന് ഇന്ന് കാണുന്ന രൂപത്തിൽ ഹോസ്പിറ്റൽ മത്സരങ്ങളില്ലല്ലോ, ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ടുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനങ്ങളില്ലല്ലോ. ഈ മാറാവ്യാധികൾക്ക് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച പരിഹാരം എന്താണ്? അവിടുന്ന് തന്റെ കലമെടുത്തുകൊണ്ട് എഴുതുന്നു, മങ്കൂസ മൗലിദ് രചിക്കുന്നു, ഹബീബിന്റെ മദ്ഹ് പറയുന്നു, ഹബീബിന്റെ മദ്ഹ് എഴുതുന്നു. അസ്സഫാഅത ഹബിലനാ ഫിൽ ഖിയാമത്തി മുസ്ഫിഖാ വഹ്ലനാ ഇല്ലാ സയ്യിദി ഖൈറൻ നബി. ഇന്ന് തുടങ്ങുന്ന വരികൾ ഇങ്ങനെ എഴുതുന്നു. എന്നിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി ദുആ ചെയ്യുന്നു. ആ മങ്കൂസ് മൗലിദ് രചിക്കലോടുകൂടെ, അത് ഗ്രാമങ്ങളിൽ വ്യാപകമാവലോടുകൂടെ, വിശ്വാസികൾ മങ്കൂസ് മൗലിദ് മുറുകെ പിടിക്കലോടുകൂടെ, ഹബീബിന്റെ പ്രകീർത്തനത്തിലൂടെ പരിഹാരം തേടലോടുകൂടെ ആ പഴയ കാലത്ത് കേരളത്തെ പിടിമുറുക്കിയിരുന്ന പ്ലേഗ് രോഗം, വസൂരി രോഗം അന്യമായില്ലേ? കേരളം അനുഭവിച്ച സത്യമല്ലേ? ആശിഖുർ റസൂൽ ഇമാം ബൂസിരി തങ്ങളുടെ ചരിത്രവും വിഭിന്നമല്ലല്ലോ. അതേ വൈദ്യശാസ്ത്രം പോലും ഉത്തരം മുട്ടി, താൻ കാണിച്ച മുഴുവൻ വൈദ്യന്മാരും ഉത്തരം മുട്ടിയിട്ട് പരിഹാരമില്ലാതെ ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു തളർവാദം ബാധിച്ച് കിടക്കുമ്പോ ഇമാം ബൂസിരി തങ്ങളെ കണ്ട പരിഹാരം എന്താണ്? അവിടുന്ന് കലമെടുക്കുന്നു, അവിടുന്ന് ഹബീബിന്റെ മദ്ഹ് എഴുതുന്നു, മദീനയെ വർണ്ണിക്കുന്നു. മദീനയുടെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ അങ്ങ് രചിക്കുന്നു. അമിൻ തദക്കുരി റാനിൻ ബിദി സലമി മാസജിതദം അൻജറാ മിൻ മുഖലതിൻ ബിദമി. അങ്ങനെ തുടങ്ങുന്ന ഹബീബിന്റെ മദ്ഹ് എഴുതുന്നു. ആ മദ്ഹ് കൊണ്ട് മുൻനിർത്തി ഹബീബിനെ മുൻനിർത്തി അങ്ങ് ദുആ ചെയ്തപ്പോ ആ ബുർദാ ശരീഫിന്റെ സമാപനത്തോടുകൂടെ ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹുവിന് രോഗത്തിന് ശമനം ലഭിച്ചുവെന്ന് ചരിത്രം പറയുമ്പോ
എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മാറാവ്യാധികളിൽ നിന്നുള്ള പരിഹാരം എന്താണ്? നമ്മുടെ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ വീർപ്പ് പൊട്ടിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താണ്? കടങ്ങൾക്കുള്ള പരിഹാരം എന്താണ്? മാനസിക സമാധാനത്തിനുള്ള പരിഹാരം എന്താണ്? മഹാന്മാര് പഠിപ്പിച്ചിരിക്കുന്ന ഒരു ആത്മീയ മാർഗമുണ്ട്. അത് ഹബീബിന്റെ മൗലിദാണ് കേട്ടോ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു വസ്തുത പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ബഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങളത് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് മഹാന്മാർ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ഹബീബിന്റെ മൗലിദാണ് കേട്ടോ പരിഹാരമുള്ളത്. ഈ മൗലിദ് ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്ന് പറയുന്ന സഹാബി നബി തങ്ങൾ തന്നെ നിർമ്മിച്ചു കൊടുത്ത പീഠത്തിൽ വെച്ചുകൊണ്ട് മദീനത്തെ പള്ളിയിൽ വെച്ച് നബി തങ്ങളുടെ മുഖത്ത് നോക്കി പാടിയിട്ടുണ്ട്. കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു, ഇന്നർ റസൂല ലസൈഫുൻ യുസ്തളാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. ബാനത്ത് സുആദ എന്ന് പറയുന്ന കാവ്യശേഖരം രചിച്ചിട്ട് ഹബീബിന്റെ മുന്നിൽ വന്ന് കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു പാടിയിട്ടുണ്ട്. ഹബീബിന്റെ മൗലിദ് പാടിയിട്ടുണ്ട്. തന്റെ തോളിലുണ്ടായിരുന്ന പച്ചമുണ്ട് ആ ഗാനം, ആ മദ്ഹിന്റെ ഗീതമാലപിച്ച കഅബ് ഇബ്നു സുഹൈർ എന്ന സ്വഹാബിക്ക് സമ്മാനം കൊടുത്തിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബി തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ നടന്നു വരുന്ന സമ്പ്രദായമാണ് മൗലിദുകൾ. അതുകൊണ്ടാണ് മഹാന്മാര് പാടിയത്, മൗനബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. അതുതന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ചെയ്യുന്നു. ഹബീബിന്റെ മുഖത്ത് നോക്കി പാടുന്നു, വമുബറഉം മിൻ കുല്ലി ഖബരിൻ ഹീലതി വഫസാദി മുർളിഅത്തിൻ വദാഇൻ മുഗ്യലി. إذا نظرت إلى أسرة وجهه برقت بروق العرض المتهلل. മുഅ്മിനീങ്ങളുടെ മാതാക്കളിൽ പ്രധാനിയാണല്ലോ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. അതേ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി വനിതയാണല്ലോ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഭാര്യയാണല്ലോ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണല്ലോ ബീവി ആയിഷ സിദ്ദീഖ് റളിയല്ലാഹു അൻഹാ. ആ ആയിഷ ബീബി ഹബീബിന്റെ മുഖത്ത് നോക്കി അവിടുന്ന് മൗലിദ് പാടുന്നു. നബിയേ, അങ്ങേക്കൊരു മോശത്തരവും ബാധിച്ചിട്ടില്ല. ഗർഭം ചുമക്കുന്ന കാലത്ത് ഗർഭിണികൾക്കുണ്ടാകുന്ന രോഗങ്ങൾ കാരണം ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കുന്ന കേടുപാടുകളൊന്നും അങ്ങയെ ബാധിച്ചിട്ടില്ല. ശരീരത്തിന് വൈകല്യം വരുത്തുന്നൊരു രോഗവും അങ്ങേക്ക് ബാധിച്ചിട്ടില്ല. അങ്ങ് പരിശുദ്ധനാണ് നബിയേ. പാടുന്നത് ആയിഷ ബീവിയാണ് കേട്ടോ. എന്നിട്ട് നബി തങ്ങളുടെ സൗന്ദര്യം അങ്ങ് വർണ്ണിക്കുകയാണ്. ഇദാ നളർത ഇലാ അസിറതി വജ്ഹിഹി ബരിഖത് ബുറൂഖൽ അരിദിൽ മുതഹല്ലിലി. ഹബീബായ നബിയേ, അവിടുത്തെ മുഖത്തിലുള്ള ചുളിവുകളിലേക്ക് നോക്കുമ്പോ, അവിടുത്തെ മുഖതലങ്ങളിൽ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന വിയർപ്പ് കണങ്ങളിലേക്ക് നോക്കുമ്പോ അത് തുല്യതയില്ലാതെ പ്രകാശിക്കുന്നു നബിയേ. ഈ ആശയത്തിലുള്ള വരികള് ഹബീബിന്റെ മുഖത്ത് നോക്കി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പാടിയപ്പോ ഹബീബ് പറയുന്ന മറുപടി എന്താണ്? അത് പറയല്ല മോളെ, അങ്ങനെ കാവ്യലോകം നീ ഒരിക്കലും കൈയടക്കല്ല മോളെ.
ഒരിക്കലും അമിത പ്രശംസ പാടില്ല മോളെ. ഹബീബ് പറഞ്ഞില്ല. ഹബീബ് ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറയുകയാണ്, നിബിതങ്ങൾ ചെരുപ്പ് തുന്നുകയായിരുന്നല്ലോ, ആ ചെരുപ്പ് തുന്നുന്ന പ്രവർത്തനം മാറ്റിവെക്കുന്നു. ചെരുപ്പതാ തന്റെ കയ്യിൽ നിന്ന് നിലത്ത് വെച്ചതിനു ശേഷം ഹബീബ് എഴുന്നേൽക്കുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് ചെല്ലുന്നു. അവിടുത്തെ നെറ്റിത്തടത്തിൽ ചുംബിക്കുന്നു. എന്നിട്ട് ഹബീബ് പറയുന്നു, യാ ആയിഷ ജസാകില്ലാഹു ഖൈറാ, യാ ആയിഷ ജസാകില്ലാഹു ഖൈറാ, നിനക്ക് പടച്ച റബ്ബ് ഖൈർ തരട്ടെ ആയിഷ. ഹബീബ് കൊടുക്കുന്ന സമ്മാനം നോക്കൂ ഉമ്മമാരെ, ഹബീബ് കൊടുക്കുന്ന സമ്മാനം നോക്കൂ എന്റെ മുഅ്മിനീങ്ങളെ. ആയിഷ ബീവിയുടെ നെറ്റിത്തടത്തിൽ ചുംബിക്കുന്നു. എന്നിട്ട് ഖൈർ നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ആയിഷ ബീവിയോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആയിഷ فما أذكر أني سررت كسروري بكلامك هذه. ആയിഷ ഞാൻ ഓർക്കുന്നില്ല ആയിഷ, നിന്റെ ഈ വാചകങ്ങളെ കൊണ്ട്, ഈ വാചകങ്ങളെ കേൾക്കുന്ന സമയത്ത് എൻ്റെ മനതലങ്ങളിൽ ഉത്ഭവിച്ച സന്തോഷം പോലെ മറ്റൊരു സന്തോഷം എനിക്കുണ്ടായത് ഞാൻ ഓർക്കുന്നില്ല ആയിഷ. അവിടുത്തെ വാചകങ്ങളെ കേട്ടപ്പോ ഇതിനോട് തുല്യമായ സന്തോഷം എൻ്റെ ജീവിതത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മദ്ഹിന്റെ വരികൾ അംഗീകരിക്കുകയാണ്, ആ മൗലിദിന്റെ വരികൾ അംഗീകരിക്കുകയാണ്. അവിടുത്തെ മുഖത്ത് നോക്കി മൗലിദ് ചൊല്ലിയപ്പോൾ സ്വീകരിക്കുകയാണ്, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്, അതിനെ പകരമായി ചുംബനം നൽകുകയാണ്. ഇത് ഹദീസിലുണ്ടല്ലോ എന്റെ മുഅ്മിനീങ്ങളെ. ആയിഷ ബീവിയാണല്ലോ ഇത് പഠിപ്പിക്കുന്നത്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സൗന്ദര്യമാണ് ആയിഷ ബീവി പഠിപ്പിച്ചത്. അവിടുത്തെ വിയർപ്പിന്റെ പ്രത്യേകതയാണ് ആയിഷ ബീവി പഠിപ്പിച്ചത്. അവിടുത്തെ ശരീരത്തിന്റെ വൈശിഷ്ട്യമാണ് ആയിഷ ബീവി പഠിപ്പിച്ചത്. അവിടുത്തെ ശരീരത്തിൽ നിന്ന് പൊടിയുന്ന വിയർപ്പ് കണങ്ങൾക്കുള്ള പ്രകാശ ഗോളങ്ങളെ പോലെ കത്തിച്ചൊലിക്കുന്ന സ്വഭാവങ്ങളാണ് ആയിഷ ഉമ്മ പഠിപ്പിച്ചത് കേട്ടോ. ആ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ പ്രിയം വെക്കണം എൻ്റെ ഉമ്മമാരെ. അവിടുത്തെ വിയർപ്പുകൾ മാത്രമല്ലല്ലോ, അവിടുത്തെ ഉമിനീര് മാത്രമല്ലല്ലോ, അവിടുത്തെ തിരുകേശങ്ങൾ മാത്രമല്ലല്ലോ, അവിടുത്തെ കൈത്തടങ്ങൾ മാത്രമല്ലല്ലോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം മുഴുവനും മാത്രമല്ലല്ലോ, അവിടുത്തെയുമായി ബന്ധപ്പെട്ടതിനെല്ലാം തുല്യതയില്ലാത്ത വലിയ മഹത്വമാണല്ലോ. ഞാൻ സമയക്കുറവ് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. എൻ്റെ ഉമ്മമാരോട് സഹോദരന്മാരോട് ഞാൻ ചുരുക്കുകയാണ്. അവസാനമായി പറയട്ടെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ പഠിക്കണം, അവിടുത്തെ ജീവിതം നമ്മൾ പഠിക്കണം. ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ വായിക്കണം. കൂടുതൽ ഹബീബിന്റെ ജീവിതം നമ്മൾ അറിയണം. കുടുംബ ജീവിതത്തിൽ നബി തങ്ങളുടെ ജീവിതത്തിൽ പാഠങ്ങളുണ്ട്, അതേ വ്യക്തി ജീവിതത്തിൽ പാഠങ്ങളുണ്ട്, സുഹൃത്ത് ജീവിതത്തിൽ പാഠങ്ങളുണ്ട്, പണ്ഡിതന്റെ ജീവിതത്തിൽ പാഠങ്ങളുണ്ട്, പാമരന്റെ ജീവിതത്തിൽ പാഠങ്ങളുണ്ട്, മുതലാളിയുടെ ജീവിതത്തിൽ പാഠങ്ങളുണ്ട്.